ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് വലിയ നോമ്പിൻ്റെ 40-ാമത്തെ ദിനം. കാൽവറിയിലേക്കുള്ളതായ നമ്മുടെ യാത്രയുടെ ഈ 40-ാമത്തെ ചവിട്ടുപടിയും നാം ചവിട്ടിക്കഴിഞ്ഞു. ഇനിയും വേറെ ദൂരമില്ല നമ്മുടെ യാത്രകൾ അവസാനിക്കുവാൻ. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു യാത്ര നടത്തേണ്ടത് ഇനിയും ആവശ്യമാണ്. നമ്മുടെ യാത്രകൾ എപ്പോഴും ക്രിസ്തുവിനെ മുൻനിർത്തിയുള്ളതായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ളതായ വാക്യങ്ങൾ. Gospel according to Saint Luke, chapter 15, verse 17 through 24. ഈ വേദഭാഗത്ത് എല്ലാം നഷ്ടപ്പെട്ട് ദുരന്തത്തിൽ കഴിയുന്നതായ ഒരു യുവാവിനെ ആണ് നാം കാണുന്നത്. അവൻ സ്വബോധത്തിൽ വന്നപ്പോൾ എന്നാണ് ഈ ഭാഗത്തിന്റെ ആരംഭം. അതാണ് മാറ്റത്തിന്റെ ആദ്യപടി. സ്വയം തിരിച്ചറിയൽ. അവൻ തിരിച്ചറിഞ്ഞു. അവൻ തെറ്റായ വഴി തിരഞ്ഞെടുത്തു. ഞാൻ പിതാവിൽ നിന്ന് അകന്നു. ഞാൻ എൻ്റെ സ്ഥാനം നഷ്ടപ്പെടുത്തി. പിന്നീട് അവൻ തീരുമാനിച്ചു, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെല്ലും. ഇത് വലിയ നോമ്പിൻ്റെ ഹൃദയം തന്നെയാണ്. ഒരു മടങ്ങി വരവ്. അവൻ പിതാവിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ പിതാവ് ദൂരത്തിൽ നിന്ന് തന്നെ അവനെ കണ്ടു. പിതാവ് ഓടിയെത്തി അവനെ ചേർത്ത് പിടിച്ചു. ഇത് ദൈവത്തിൻ്റെ ഹൃദയത്തെയാണ് കാണിക്കുന്നത്. ദൈവം കാത്തിരിക്കുകയാണ്. അവൻ ക്ഷമിക്കുവാൻ തയ്യാറാണ്. അവൻ വീണ്ടും സ്വീകരിക്കുന്നതായ ദൈവമാണ്. ആ മകൻ തന്റെ പാപത്തെ സമ്മതിക്കുകയാണ്. എന്നാൽ പിതാവ് അവനെ ശിക്ഷിക്കുകയല്ല, മറിച്ച് അവന് നല്ല വസ്ത്രം കൊടുത്തു. അവനെ മോതിരം ധരിപ്പിച്ചു. അവന് വേണ്ടി വിരുന്നൊരുക്കി. കാരണം പിതാവ് പറയുകയാണ്, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. കാണാതെ പോയവനായിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വലിയ നോമ്പിൻ്റെ 40-ാം ദിവസം നമ്മോട് ചോദിക്കുകയാണ്, ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നിട്ടുണ്ടോ? മടങ്ങി വരുവാൻ ഞാൻ തയ്യാറാണോ? ദൈവം നമ്മെ കുറ്റപ്പെടുത്തുവാൻ കാത്തിരിക്കുന്നവനല്ല. അവൻ നമ്മെ ആലിംഗനം ചെയ്യുവാൻ കാത്തിരിക്കുന്നതായ പിതാവാണ്. ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. എന്തവസ്ഥയിലും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരും. ഈ നോമ്പ് കാലത്തിൽ നമ്മുടെ തെറ്റുകളെയും പാപങ്ങളെയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് മടങ്ങി വരുവാൻ നമുക്ക് ഇടയായി തീരണം. മടങ്ങി വരവ് അത് അത്യാവശ്യമാണ്. പ്രിയമുള്ളവരെ, മടങ്ങി വരുന്നവനെ സ്വീകരിക്കുന്നതായ ഒരു ദൈവമാണ്. മടങ്ങി വരുന്നവനെ കൈക്കൊള്ളുന്നവനായ ഒരു ദൈവമാണ്. ആ ദൈവം മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ, എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ. മുടിയനായ പുത്രൻ മടങ്ങി വന്നതുപോലെ ഞാനും നിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്നു. എന്നെ സ്വീകരിക്കണമേ എന്ന് പറയുവാൻ
നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. ഈ വലിയ നോമ്പിന്റെ നാളുകളിൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നുകൊണ്ട് ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, സ്നേഹമുള്ള പിതാവേ, ഞാൻ നിന്നിൽ നിന്ന് അകന്നതായ എല്ലാ വഴികളിലും നിന്നെ സമീപിക്കുന്നു. എൻ്റെ പാപങ്ങളെ നീ ക്ഷമിച്ച് എന്നെ വീണ്ടും അവിടുന്ന് സ്വീകരിക്കണമേ. നിന്റെ സ്നേഹത്തിൽ ഞാൻ പുതുക്കപ്പെടണമേ. നിന്റെ മകനായി, നിന്റെ മകളായി ജീവിക്കുവാൻ എനിക്ക് കൃപ തരണമേ. മുടിയനായ പുത്രനെ സ്വീകരിച്ചവനായ ദൈവമേ, ഏഴയായ പാപിയായ അടിയനെയും അങ്ങ് സ്വീകരിക്കണമേ. അടിയന്റെ കുറവുകളെ അവിടുന്ന് നികത്തണമേ. തിരുസ്നേഹം പകരുവാൻ എന്നെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. സ്നേഹത്തോടെ, ജോയൽ അച്ഛൻ.